അതുകൊണ്ട് പലഹാരവും കൊണ്ട് ഞാനും കൂടി പോകാം. ആയിക്കോട്ടെ. നാത്തൂന് ഇപ്പൊ വരണ്ട. അതെന്താ ഞാൻ വന്നാല്? അല്ല, അവരത്ര വലിയ കുടുംബക്കാരൊന്നും അല്ലല്ലോ. മാത്രമല്ല അവിടുത്തെ രീതികളൊന്നും നാത്തൂൻ അങ്ങോട്ട് പിടിച്ചെന്നും വരില്ല. അയ്യോ, അതൊന്നും സാരയില്ല. ഹരിതമോക്ക് വേണ്ടി ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ ഞാനും കൂടി വന്നാലോ? അയ്യോ വേണ്ട, തൽക്കാലം ഞങ്ങൾ മുതിർന്നവർ പോയിട്ട് വരട്ടെ. മാത്രമല്ല, ഗർഭിണിയായ ഒരു പെണ്ണിനെ ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോ പ്രസവിക്കാത്ത ഒരുവളെ കൂടെ കൂട്ടുന്നത് അത്ര നല്ലതല്ല. ദാ വണ്ടി എടുക്കടാ. നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ ഇങ്ങോട്ട്. ഇതുപോലൊരു നശിച്ച ദുബായ് യാത്ര ആദ്യമായിട്ടാ. പോയ കാര്യം നടന്നില്ല, പോരാത്തതിന് ഒടുക്കത്തെ മഴയും. ഇന്നത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. യാത്രയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കമ്പനിയുടെ ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, അത് അതുപോലെ സംരക്ഷിക്കാൻ രാജീവേട്ടന് ശേഷം നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാ അൽഖൈറ കമ്പനി ഡീൽ ഒപ്പിടാത്തത്. രാഗി പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തായാലും ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. കമ്പനി ലാഭത്തിലാണെന്ന കാര്യം ബോധ്യപ്പെടുന്ന രീതിയിൽ ഒരു പരസ്യം ചെയ്യണം. ഏതെങ്കിലും നല്ല പരസ്യ കമ്പനിയെ പരസ്യം ചെയ്യാൻ ഏൽപ്പിക്കണം. അത് മാത്രം പോരാ. ഈ കമ്പനി ഇപ്പോഴും രാജീവ് മേനോന്റെ അവകാശികൾ തന്നെയാണോ നടത്തുന്നതെന്ന് അവർ ചോദിച്ചു കേട്ടില്ലേ? രാഗിയെ അവർക്കറിയാം, ദിയമോളെ അറിയാം. അതുകൊണ്ട് ഇനിയുള്ള ദുബായ് യാത്രയിൽ ദിയമോളും വേണം. മാത്രമല്ല, പരസ്യത്തിൽ ദിയമോൾ അഭിനയിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിയമോളെ എത്രയും പെട്ടെന്ന് കൂടെ കൂട്ടിയില്ലെങ്കിൽ കമ്പനിയുടെ വളർച്ചയെ അത് ബാധിക്കും. ദിയമോളെ അത്ര പെട്ടെന്ന് വന്ദന വിട്ടുതരുമെന്ന് തോന്നുന്നുണ്ടോ? രാഗി, അന്നത്തെ അവസ്ഥയിലല്ല വന്ദനയും ജഗനും. ഇപ്പോ അവർക്കൊരു കുടുംബമായി. ചിലപ്പോ മനസ്സുകൊണ്ടെങ്കിലും അവര് ദിയമോളൊന്ന് ഒഴിഞ്ഞു പോയെങ്കിലെന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഒരിക്കലുമില്ല. അത് നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പ്? ദിയമോളെ വന്ദനേക്കാളും ഇഷ്ടം ജഗനാണ്. ഏതായാലും നമുക്ക് നോക്കാം. എന്തുറ്റി? ഒന്നുമില്ല. സാഗർ, ഇപ്പോഴും എനിക്ക് രാജീവേട്ടന്റെയും അമ്മയുടെയും മരണം ഒരു ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാഗി, ചിലതിനൊക്കെ നമ്മള് മറവയ്ക്ക് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ അതൊന്നും നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ടെന്താ? എണ്ണ തിളപ്പിച്ച് ഒരു വലിയ കരണ്ടിയിൽ മാവ് കോരി എണ്ണയിലേക്ക് ഒഴിച്ചു. നെയ്യപ്പ എണ്ണയിൽ കിടന്നിങ്ങനെ നീന്താൻ തുടങ്ങി. പതിയെ പതിയെ നെയ്യപ്പത്തിന് സ്വർണ്ണ നിറം വന്നപ്പോ മുത്തശ്ശി അത് കോരി ഒരു പാത്രത്തിലേക്ക് വെച്ചു. അടുക്കളയിലാകെ അപ്പോ നല്ല ചൂടുള്ള മൊരിഞ്ഞ നെയ്യപ്പത്തിന്റെ മണം ഗുമുഗുമാന്നടിക്കാൻ തുടങ്ങി. എന്നിട്ടാണ് കഥ. പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് നെയ്യപ്പ ഇറങ്ങി ഓടാൻ തുടങ്ങി. അയ്യോ, എന്നിട്ടോ മുത്തശ്ശി നെയ്യപ്പത്തിനോട് നിക്കടാ അവിടെ എന്ന് പറഞ്ഞു. ആര് കേൾക്കാനാ? നെയ്യപ്പം ഓടാൻ തുടങ്ങി. പിന്നാലെ മുത്തശ്ശി ഓടി തുടങ്ങി.
നീ എന്താ സുചിത്രയെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞത്? എന്തെങ്കിലും അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു? ആ കുറച്ച് അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല കുറച്ചേ ചിക്കൻ കൂടി ഞാൻ വാങ്ങി. ആഹാ, വർഷ വരുമെങ്കിൽ അവൾക്ക് ചിക്കൻ വലിയ ഇഷ്ടാണല്ലോ. ആഹാ, ദിയക്കുട്ടിയുടെ സ്കൂൾ നേരത്തെ വിട്ടോ? ഇല്ല അങ്കിള്, അച്ഛനും അച്ഛമ്മയൊക്കെ വന്നതുകൊണ്ട് ഞാൻ സുഖമില്ലാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞു വന്നതാ. ഏ? അമ്പടി കള്ളി, കൊള്ളാലാള്. മാധവേട്ട, എന്നിട്ട് ഇവള് നമ്മളോട് പറഞ്ഞതേ പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ വിട്ടൂന്നല്ലേ? ആ, ആ ബാക്കി കഥ പറ അച്ഛമ്മേ. പറയാ. ആ വന്ദനെ, നീ അറിഞ്ഞില്ലേ ദിയമോള്? അച്ഛച്ച പറയല്ലേ പ്ലീസ്. വന്ദനമ്മ ദിയമ്മളെ വഴക്ക് പറയും പ്ലീസ്. എന്താ വെച്ചാ അവള് പറയാൻ സമ്മതിക്കാതെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നേ? ഞാൻ പറയാം. ഞാൻ ദിയമോൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോഴാ പ്രകാശം വന്നത്. പ്രകാശം വന്നപ്പോ വേണ്ട, ഞാൻ തന്നെ പറയാം. ഏ ദിയമ്മൾക്ക് നെയ്യപ്പം വേണം. ഇതിനാണോ ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ടത്? കുതിച്ചു പാറും. ഇവളെ എന്റെ മോളായിട്ട് പിറക്കണ്ടായിരുന്നു. ഓക്കെ, വസന്താവ് നെയ്യപ്പം ഉണ്ടാക്കി തരാം പോരെ? സുചിത്രേ, ഡേ ചിക്കൻ കറി വെക്കുമ്പോഴേ അച്ഛന് എരിവ് കുറച്ച് വേണം വെക്കാൻ.